ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 21-ാമത്തെ ആയത്തിലാണ് നമ്മളിനി വിശദീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞു, അവിശ്വാസികളെ കുറിച്ച് പറഞ്ഞു, മുനാഫിക്കുകളെ കുറിച്ച് ദീർഘമായി അല്ലാഹു തആല എന്ത് ചെയ്തു? 13 ആയത്തിലൂടെ വിശദീകരിച്ചു. അപ്പോൾ 3 വിഭാഗമാണ് മനുഷ്യരിൽ കാര്യമായി ഉണ്ടാവുക. ആ 3 വിഭാഗത്തിനും ആ 3 വിഭാഗത്തിലുള്ള അവസ്ഥകളും ഒക്കെ അല്ലാഹു തആല വിശദീകരിച്ചിട്ട് ലാസ്റ്റ് അല്ലാഹു തആല ഇനി ബാക്കി വിഷയങ്ങൾ പറയാണ്. തൗഹീദുമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബുവത്ത് യാഥാർത്ഥ്യമാക്കുന്ന സ്ഥിരപ്പെടുത്തുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ശേഷമുള്ള ആയത്തിൽ പറഞ്ഞു. അള്ളാഹുമായിട്ടുള്ള തൗഹീദും റസൂലുള്ളാഹിയുമായിട്ടുള്ള എന്താണ് അംഗീകരിക്കണം. അതാണ് ശരിക്കും എന്ത്? അത് രണ്ടാണ് അടിസ്ഥാന ഈമാൻ അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അതാണ് ഇനി പറയുന്നത്. യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞാൽ എന്താ? ജനങ്ങള് എന്നാണ്. നാസ് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എന്തായി? യാ അയ്യുഹൽ മുഅ്മിനൂൻ അങ്ങനെ ഉണ്ടാവലുണ്ട് അല്ലേ? ഉണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞതാ യാ അയ്യുഹന്നാസ്, ജനങ്ങള്, മനുഷ്യര് എന്നാണ്. അപ്പൊ മനുഷ്യര് എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ആരൊക്കെ പെട്ട്? മുനാഫിക്കുകൾ പെട്ട്, അവിശ്വാസികൾ പെട്ട്, മുഅ്മിനീങ്ങളും പെട്ട്. ഒരു വിഷയത്തില് ഈ യാ എന്ന് പറഞ്ഞ ശരിക്കും എന്താണ്? യാ അയ്യുഹ എന്ന് പറഞ്ഞ ശരിക്കും നിദാ എന്നാണ് അറബി പറയുന്നത്, സംബോധന. നമ്മൾ ഒരാളെ ഇങ്ങോട്ട് വിളിക്കുമ്പോ ഹേ എന്നാണ് വിളിക്കുമ്പോ ആ സംബോധനത്തിൽ പല ലക്ഷ്യങ്ങളുണ്ടാവും. ഒന്ന് ശ്രദ്ധിക്കാത്ത ആൾക്കാരെ ശ്രദ്ധിപ്പിക്കാൻ വേണ്ടി ഹേയ് എന്നറിയില്ലേ? ചിലരിങ്ങനെ ഇരുന്നിങ്ങനെ കണ്ണിയുമ്പോ നമ്മളെ ഹേ എന്ന് പറയുമ്പോ എന്താവും? ഒന്നുകൊണ്ട് എന്ത് ചെയ്യും? ശ്രദ്ധിക്കും. അപ്പോ അശ്രദ്ധയിലുള്ളവരെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് അറബിയിൽ ഏത് ഉപയോഗിക്കല്? നിദാ. യാ അയ്യുഹ എന്നുള്ള അതിന്റെ സംബോധനമാണ്. നിദാ എന്നതിന് പറയാം. അല്ലെങ്കിൽ കുറച്ച് ദൂരമുള്ള ആളെ അടുത്തേക്ക് കൊണ്ടുവരാൻ ഏത് ഉപയോഗിക്കലുണ്ട്? നിദാ ഉപയോഗിക്കലുണ്ട്. അതല്ലെങ്കിൽ സൈലന്റ് ആയിരിക്കുന്ന ആളെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഒരു ഉണർവുണ്ടാകും. മൊത്തത്തിൽ ഉണർവും എനർജിയും പ്രസരിപ്പിച്ച് ശ്രദ്ധ ഉണ്ടാക്കാനാണ് ഏത് പറയാ? നിദാ ഉപയോഗിക്കും. നിദാ പറഞ്ഞ സംബോധന എന്ന് പറഞ്ഞ ആ സംബോധന ഉപയോഗിക്കും. അല്ലെങ്കിൽ വിവരമില്ലാത്ത ആൾക്കാർക്ക് ഒരു വിവരം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുക എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ആ വിഷയത്തെ കുറിച്ച് വിശദീകരിച്ചു കൊടുക്കാൻ. പിന്നെ എന്തെങ്കിലും തിരക്കുള്ള ആളുകൾ ആണ്ടുകൊണ്ട് നോക്കുമ്പോൾ, അപ്പൊ നമ്മളിവിടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരാൾ എന്ത് ചെയ്യണ്? മൊബൈൽ നോക്കുകയാണ്. അല്ലെങ്കിൽ ഒരാൾ എന്ത് ചെയ്യണ്? മെസ്സേജ് വേറെ എന്തെങ്കിലും പെണ്ണ് നോക്കുകയാണ്. അല്ലെങ്കിൽ ഒരാൾ വേറെ നോക്കണേ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാ? അതൊക്കെ നിർത്തിയിട്ട് എന്ത് ചെയ്യാ? ഇങ്ങോട്ട് ശ്രദ്ധിക്ക് എന്ന് പറയാനൊക്കെ മൊത്തത്തിൽ ഇതായതിന്റെ ഒരു ഉപയോഗം പറയണം. അല്ലെ അങ്ങോട്ട് തിരിഞ്ഞിക്കുന്ന ആൾക്കാരുണ്ടാവും. എന്ന് പറയുമ്പോൾ അവിടെ നിന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങോട്ട് നോക്കും. എന്തെങ്കിലും നമ്മളെ ചർച്ച ചെയ്യുന്ന കൂടി ചിലപ്പോൾ ആദ്യം കൂടെ ആൾക്കാരൊപ്പം എല്ലാവരും കൂടി എന്ത് ചെയ്യും? ചിലപ്പോൾ അങ്ങോട്ട് നോക്കും. റസൂലുള്ളാഹിന്റെ കാലത്ത് പിന്നെ നബി തങ്ങൾ ഒരു പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജുമുഅ കുത്തുബ നടത്തുന്ന സമയത്ത് ഷാമിലായിട്ടുള്ള ഒരു കച്ചവട സംഘം മദീന പള്ളിന്റെ അടുത്ത് കൂടെ പോയി എല്ലാരും കൂടി എന്ത് ചെയ്ത് അങ്ങോട്ട് നോക്കി. ചിലരെന്ത് ചെയ്ത് നോക്കി തന്നെ എണീച്ചു പോയി. അവരപ്പോ എന്തൊക്കെ പരിപാടി നോക്കി. അവിടെ ജുമുഅ കുത്തുബ നടക്കുന്ന സമയത്താണ്. അപ്പോ അതാണ് ജുമുഅ കുത്തുബയിലെ ആളുകളുടെ എണ്ണത്തില് അഭിപ്രായത്തിൽ വരാൻ. അങ്ങനെ ചിലർ പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ കുത്തുബ കേട്ടിരുന്ന 4 ആൾക്കാരാണ്, ബാക്കിയുള്ളവരൊക്കെ എണീച്ചു പോയിട്ടുണ്ട്. ചിലർ 12 ആൾക്കാരാണ്, ചിലർ 40 ആളാണ്. ആ എണ്ണത്തിൽ കൗണ്ടിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് ജുമുഅ ശരിയായ എത്ര ആള് വേണമെന്ന് പറഞ്ഞത്? 4 ആള് മതിയേറുന്നത്, 12 ആള് മതിയേറുന്നത്, 40 ആള് മതിയേറുന്നത്. മനസ്സിലായില്ലേ? അപ്പോ അതാ സാബികൾക്ക് അറിയില്ല, കുത്തുബനടി എണീച്ചു പോകാനോ പാടില്ല, ആർക്കറിയില്ല, സാബികൾക്ക് അറിയില്ല. അപ്പൊ അങ്ങോട്ട് കൂടെ ശ്രദ്ധിക്കുന്ന ആൾക്കാരെ ഇങ്ങോട്ട് നോക്കി ശ്രദ്ധിക്കുന്നില്ലേ എന്ന് പറയുന്നവർക്കാണ് നിദാ എന്ന പദം ഈ ഉപയോഗിക്കുന്നത്. അതൊക്കെ എന്റെ വേറെ രീതിയാണ്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എല്ലാവരും എന്താണ് ഒരു സീരിയസ് വിഷയം പറയാൻ പോകണം. അപ്പൊ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാവരും ജാഗ്രതയിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ശ്രദ്ധയും ഉണർവും എനർജിയൊക്കെ കൊടുക്കുക. ഇതിലേക്ക്
കൊടുക്കുവിൻ എന്ന്. എന്നിട്ട് എന്താ പറയുന്നത്? പറയുന്നത് തൗഹീദാണ്. അഅ്ബുദു, നിങ്ങൾ ആരാധിക്കുവിൻ, റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുവിൻ. അപ്പൊ ഓരോരുത്തർക്കും നിങ്ങൾ ആരാധിക്കുവിൻ എന്ന് പറയുന്ന ആ പ്രയോഗത്തിന്റെ ശൈലിയിൽ മാറ്റം ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണമായി പറയുകയാണെങ്കിൽ കാഫിറുകളാണ് ഇപ്പൊ ഈ സംബോധന അവിശ്വാസികൾക്കും ബാധകമാണ്. അപ്പൊ അവരോട് നിങ്ങൾ റബ്ബിനെ ആരാധിക്കുവിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരോടുള്ള ധ്വനി എന്താ? നിങ്ങളെല്ലാം ബഹുദൈവാരാധന വിട്ടുനിന്ന് അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക് നിങ്ങൾ വരുവിൻ. തെറ്റ് ചെയ്യുന്ന സാധാരണ മുഅ്മിനീങ്ങളെ തെറ്റ് ചെയ്യുന്ന ആളുകളുടെ ധ്വനി എന്താ? അവരോടെന്താ? നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ശരിയായ രീതിയിൽ നിങ്ങൾ വഴിപ്പെടുക. അവരാരാധിക്കുന്നുണ്ടല്ലോ, പക്ഷെ ആരാധന അതിന്റെ പരിപൂർണ രീതിയിലേക്ക് നിങ്ങൾ ആരാധനയെ കൊണ്ടുവരികയും. മുനാഫിക്കുകളോടാണെങ്കിലോ നിങ്ങൾ നിങ്ങളുടെ അള്ളാഹുമായിട്ടുള്ള ആ തൗഹീദിലിട്ടോ, പ്രവർത്തനത്തിലല്ല, തൗഹീദിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആത്മാർത്ഥത കാണിക്കണം. ഇനി നല്ലോ ഇബാദത്ത് എടുക്കുന്ന ആളുകളാണെങ്കിലോ, മുഅ്മിനീങ്ങൾക്ക് രണ്ട് സൈസ് ഉണ്ടല്ലോ. മുഅ്മിനാണ്, മുനാഫിക്കല്ല. അങ്ങനെയുള്ള ആവറേജ് എല്ലാവരും ഉണ്ട്. മുഅ്മിനാണ്, മുനാഫിക്കില്ല. പഠിച്ചവന്റെ വിശ്വാസത്തിൽ അതില്ല, കപടത ഇല്ല. പക്ഷെ എന്തുണ്ട്? തെറ്റുകൾ തന്നെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അവനോട് സംഭവം എന്താ? അള്ളാഹു ഞങ്ങൾ ആരാധിക്കുന്ന ആ തെറ്റൊക്കെ മാറ്റി നിർത്തി റബ്ബിനെ ഞങ്ങൾ എന്ത് ചെയ്യുക? വേണ്ട രീതിയിൽ വഴിപ്പെടാം. എന്നാ മുഅ്മിനാണ്, വലിയ തെറ്റിലേക്കൊന്നും പോകാതെ ആത്മാർത്ഥമായി ഭാഗത്ത് കൊടുക്കുന്ന അടിമകളാണെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യുക? അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ നിലപാടിൽ നിങ്ങൾ ഉറച്ച് നിൽക്കുവിൻ. അതായത് ഇസ്തിഖാമത്ത് നിങ്ങൾ കൈവരിക്കുവിൻ. ഇങ്ങനെ എല്ലാവർക്കും കൂടിയുള്ള ഒരു സംബോധനയാണ് ഈ ആയത്തിലൂടെ അല്ലാഹു തആല നടത്തുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അഅ്ബുദു, നിങ്ങൾ ആരാധിക്കുവിൻ, റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുവിൻ. ശരിക്കും ഇബാദത്ത് എന്ന മഹാന്മാരുടെ ഭാഷയിൽ അള്ളാഹുവിനുള്ള ആ വഴിപ്പെടലിന്റെ പരിപൂർണതയ്ക്ക് വേണ്ടി നമ്മുടെ ശക്തിയും പവറൊക്കെ വേണ്ട രീതിയിൽ എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. അല്ലദീ, എങ്ങനത്തെ റബ്ബാണ്? ഖലഖക്കും, അവൻ നിങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്? സൃഷ്ടിച്ചിട്ടുണ്ട്. ഖാലിഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ വസ്ഫ് പറഞ്ഞു, അള്ളാഹുവിന്റെ നാമാണ് ഖാലിഖ്. ഖൽഖ് പറഞ്ഞ അള്ളാഹുവിന്റെ ആ വസ്ഫിന്റെ ഒരു പ്രവർത്തനം പറയണം. നിങ്ങൾ അള്ളാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ശരി, ഖൽഖ് എന്ന് പറഞ്ഞ ചെക്ക് എന്താണ്? മുൻ മാതൃകയില്ലാതെ സൃഷ്ടിക്കുന്നതിന് ഏത് പറയും? ഖൽഖ് എന്ന് പറയും. മുൻകൂട്ടി നിങ്ങളെ കുറിച്ച് ഒരു രൂപോ, ഒരു ഐഡിയോ, ആശയോ അല്ല, എവിടുന്നെങ്കിലും ഒരു ഡിസ്കഷൻ ചെയ്തിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഒന്നല്ല പഠിച്ചോ എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മള് ഭയങ്കര അത്ഭുതമല്ല മനുഷ്യനെ. നമ്മളിപ്പോ ഇവിടെയുള്ള ആൾക്കാർ ഓരോരുത്തരും വ്യത്യസ്തരാണ്. ഓരോരുത്തരെ കണ്ടാലും നമുക്ക് കൺഫ്യൂഷൻ ആണെന്നല്ലോ. എല്ലാവർക്കും ഉള്ളത് എന്താണ്? ഒരേ സാധനങ്ങൾ. പക്ഷെ ഓരോരുത്തരും എന്താണ്? വ്യത്യസ്തമാണ്. അത് ഓരോരുത്തരും ഉണ്ട്. ഇപ്പൊ മൃഗങ്ങളിലുണ്ടാവും. നമുക്ക് മൃഗങ്ങൾ അവിടെ അവരുടെ സ്വന്തം വർഗത്തെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. നമുക്കറിയില്ലല്ലോ, എല്ലാവരെ പോലെ. അപ്പൊ നിങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോ അല്ലാഹു തആല ഈ ആയത്തിലൂടെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് ആരാധനക്ക് എന്താണ് കാരണം, എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം എന്നതിന് കാരണം കൊണ്ട്, റീസൺ കൂടി പറയണം. എന്താണ്? അല്ലാഹു തആല നിങ്ങളെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹു തആല നമുക്ക് സ്വർഗം തന്നില്ലെങ്കിലും നരകം തന്നില്ലെങ്കിലും നമ്മളോട് ചോദിക്കാതെ നമുക്ക് വേണ്ടി പഠിച്ച റബ്ബിനെ സൃഷ്ടിപ്പിന്റെ ഭാഗമായിട്ട് തന്നെ ആരാധിക്കൽ ആരുടെ ബാധ്യതയാണ്? നമ്മുടെ ബാധ്യതയാണ്. സ്വർഗം തന്നില്ലേ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ ആരാധിക്കണം. കാരണം നമ്മളെ സൃഷ്ടിച്ച് നമുക്ക് അന്നം ഇതൊക്കെ തന്ന് നമ്മളെ പരിപാലിക്കുന്നുണ്ട് ആര്? അള്ളാഹു. അപ്പൊ പിന്നെ നമ്മളെ മാതാക്കളെ സൃഷ്ടിച്ച കഥ കൂടി ഇവിടെ പറയാൻ കാരണം എന്താ? നമ്മളെ സൃഷ്ടിച്ച പോലെ തന്നെയാണ് ആരെ സൃഷ്ടിച്ചതും? മാതാക്കളെ സൃഷ്ടിക്കണം. മാതാക്കളെ സൃഷ്ടിപ്പിലൂടെ, മാതാക്കളെ സൃഷ്ടിപ്പ് മാത്രം പറഞ്ഞാൽ തന്നെ നമ്മളെ സൃഷ്ടിപ്പ് ഓൾറെഡി അവിടെ ഉണ്ടാവും. അപ്പൊ നമ്മളെ അസുലും ഒക്കെ ഉണ്ടാക്കിയ എല്ലാ നിലക്കും നിങ്ങളെ പടച്ച, നിങ്ങൾക്ക് എല്ലാ സംവിധാനം തന്ന നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുവീൻ എന്നാണ് പറയുന്നത്. അപ്പോൾ വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തിനാ അല്ലാഹു തആല അങ്ങനെ ആരാധിക്കാൻ പറഞ്ഞത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കാൻ
വേണ്ടി, ജീവിതത്തിൽ സൂക്ഷ്മത ഉണ്ടാവുക എന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ സൂക്ഷ്മത ഉണ്ടായിക്കഴിഞ്ഞാൽ പരിശുദ്ധനായ അള്ളാഹുവിൻ്റെ പരിശുദ്ധ സാന്നിധ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കരസ്ഥമാക്കാൻ കഴിയും. നിങ്ങൾ സൂക്ഷിച്ച് ജീവിച്ചാൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? അള്ളാഹുവിൻ്റെ പരിശുദ്ധ സാന്നിധ്യം, അള്ളാഹുവിൻ്റെ ഹുളൂർ, ഹദറത്തുൽ ഖുദ്സ് എന്നാണ് പറയാം. എപ്പോഴും എൻ്റെ റബ്ബിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല. എൻ്റെ ജീവിതത്തിലെ ദൈനംദിന റൂട്ടിങ്ങിലും സമയത്തിലും വിഷമത്തിലും സങ്കടത്തിലും രണ്ടൊന്നാണല്ലേ, സന്തോഷത്തിലും ദുഃഖത്തിലും എൻ്റെ റബ്ബിൻ്റെ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ വേണ്ടി, നിങ്ങളുടെ അള്ളാഹുവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് സ്ഥിരപ്പെടാൻ വേണ്ടി. ശരിക്കല്ല എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? അങ്ങനെ ആയാൽ നന്നായിരുന്നു, ആയേക്കാം എന്നർത്ഥമാണ്. ഒരാഗ്രഹം, ലഅല്ലക്കും തത്തക്കും, നിങ്ങൾ വിശ്വാസികളായി തീരാൻ വേണ്ടി. അറബി ഭാഷയിൽ ലഅല്ല എന്ന് പറഞ്ഞാൽ ഒരാഗ്രഹം നമ്മൾ വെക്കുകയും ആ ആഗ്രഹം അങ്ങനെ തന്നെ ആയാൽ മതിയായിരുന്നു എന്ന ഒരു താല്പര്യം ഉണ്ടാവുമ്പോഴാണ് എന്താണ് ലഅല്ല പറയാം. ലഅല്ലനി ആലിമ, ഞാൻ ആലിമായത്ര നന്നായിരുന്നു, ആഗ്രഹമാണ്. അപ്പോ ആലിമാകാം, ആലിമാകാതിരിക്കാം, പക്ഷെ ആ ആഗ്രഹം കൂടി ഉണ്ടാകണതാണ് ഇത് പറയുന്നത്, അറബിയിൽ ഇത് പറഞ്ഞത് ലഅല്ല. അപ്പൊ നമ്മളെ കാര്യത്തിലാണ് ഈ ആഗ്രഹം. അല്ലാഹു തആലയുടെ കാര്യത്തിൽ ഒരു ആഗ്രഹത്തിൽ എന്തില്ല? പ്രസക്തി ഇല്ല. അങ്ങനെ പഠിച്ചോണ്ട് എന്തെങ്കിലും ആഗ്രഹം, നമ്മൾക്കൊരു ആഗ്രഹം പൂർത്തീകരിച്ച് കിട്ടേണ്ട അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് എന്താ പറയാ, അതിൽ കുറെ പ്രതിസന്ധികളുണ്ട്, അതൊക്കെ മറികടന്നിട്ട് നമ്മൾ ആഗ്രഹം പൂർത്തീകരിക്കുക. അതുകൊണ്ടാണ് അറബിയിൽ ലഅല്ല പറയുന്നത്. എന്നാൽ പഠിച്ചോന്റെ കാര്യത്തില് ലാല് ഞാൻ ഖാലിക്കായ നന്നായിരുന്നു എന്ന് പഠിച്ചോൻ പറയുമോ? കാരണം അള്ളാഹ്ക്ക് എന്താ ബോധ്യമുള്ളത്? അതൊക്കെ എന്ത് ചെയ്യും? നടത്താനുള്ള കഴിവ് ആർക്കുണ്ട്? സൃഷ്ടാവില്ല. അപ്പൊ സൃഷ്ടികളുടെ കാര്യത്തിലാണ് ഏത് പ്രയോഗിക്കുക? ലഅല്ല പ്രയോഗിക്കുക എന്ന് മനസ്സിലാവും. ലഅല്ലക്കും തത്തക്കും, നിങ്ങൾ ആരായി തീരാൻ വേണ്ടി? മുത്തഖീങ്ങളായി തീരാൻ വേണ്ടി. അപ്പൊ ഈ ആയത്തിൽ പറയുന്നത് എന്താ? പരിശുദ്ധ ഖുർആൻ കൊണ്ട് അല്ലാഹു തആല ലോക മുഴുവൻ മനുഷ്യരെയും സംബോധന ചെയ്തിട്ട് അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ എന്നെ ആരാധിക്കണം. അതിന്റെ മെയിൻ ഫോക്കസ് എന്താണ്? അതിന്റെ മെയിൻ ഫോക്കസ് നിങ്ങൾ ആരാകുക എന്നുള്ളതാണ്. സൂക്ഷ്മത ഉള്ളവര് ആയിത്തീരുക എന്നുള്ളതാണ്. ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാവുക എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവേശിക്കുന്നവന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് അവൻ എന്ത് ചെയ്യുക? എല്ലാ വസ്തുവിൽ നിന്നും സൂക്ഷിച്ച് അള്ളാഹു അല്ലാത്ത എല്ലാത്തിൽ നിന്നും എന്ത് ചെയ്യുക? എല്ലാത്തിനെയും ജാഗ്രതയോടെ കണ്ട് സൂക്ഷ്മത പുലർത്തുന്നവനായി മാറുക എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യുക? എല്ലാ വസ്തുവിൽ നിന്നും അവന്റെ എല്ലാ കഴിവിനെയും മാറ്റി എല്ലാ റബ്ബിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന അവസ്ഥയിൽ ഒരു വ്യക്തിയാവുമ്പോഴാണ് എന്ത് ചെയ്യുക? അയാൾ ആരാകുക? മുത്തഖി ആവുക എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഒന്നിനെയും എന്ത് ചെയ്യുക? മാനസികമായി ഡിപ്പെൻഡ് ചെയ്യാതെ സർവശക്തനായ അള്ളാഹുവിൽ മനസ്സ് പൂർണ്ണമായും സമർപ്പിക്കുമ്പോഴാണ് എന്നാണ്. അള്ളാഹു അല്ലാത്ത എല്ലാത്തിൽ നിന്നും മോചനം നേടുമ്പോഴാണ് ഒരാൾ ആരാവുക? മുത്തഖി ആവുക. അള്ളാഹു അല്ലാത്ത എല്ലാത്തിൽ നിന്നും മോചനം കിട്ടണം, അപ്പോഴേ മുത്തഖി ആവുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹു തആല എല്ലാ സമൂഹത്തിനും നൽകിയ ഒരു വസിയത്താണെന്നാണ്. റബ്ബ് തആലയുടെ ഏക വസിയത്ത് ഇതേ ഉള്ളൂ. ഒരായത്തിൽ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു വസിയത്ത് നൽകാം. അള്ളാന്റെ വസിയത്ത്, അള്ളാഹുവിന്റെ വസിയത്ത്. എന്താ വസിയത്ത്? ഞങ്ങൾക്കൊരു വസിയത്ത് തരാം. അതിന്റെ വസിയത്ത് എന്താണ്? അത് നിങ്ങളുടെ മുൻഗാമികൾക്കും നൽകിയിട്ടുണ്ട്, പൂർവ്വ പ്രവാചകന്മാർക്കും നൽകിയിട്ടുണ്ട്, എല്ലാവർക്കും നൽകിയിട്ട് നിങ്ങൾക്കും നൽകുന്നുണ്ട്. ആ വസിയത്ത്, അല്ലാഹു തആലയുടെ ആ വസിയത്ത് നൽകപ്പെടാത്ത ഒരു സമൂഹവും ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. ആ വസിയത്ത് എന്താ? അനിത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇതാണ് റബ്ബ് തആലയുടെ വസിയത്ത്. പരിശുദ്ധ ഖുർആൻ മനുഷ്യനെ കുറിച്ച്, മനുഷ്യന്റെ 3 വിഭാഗം പറഞ്ഞിട്ട് പിന്നെ റബ്ബ് തആല ആദ്യം പറഞ്ഞ വിഷയം നിങ്ങൾ റബ്ബിനെ ആരാധിക്കണം. എന്തിന്? ഈ വസിയത്ത് ചെയ്യപ്പെട്ട ദർജയിലേക്ക് നിങ്ങൾ
എത്താൻ വേണ്ടി അല്ലാഹു തആല നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ആരായി തീരാൻ വേണ്ടി, നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുന്നവരായി തീരാൻ വേണ്ടി. പിന്നെ അല്ലാഹു തആല ആരാണ്? എന്തിനാ അങ്ങനെയൊക്കെ പറയണത്? നിങ്ങൾക്ക് എന്താ അല്ലാഹു തആലക്കുള്ള പറയാനുള്ള യോഗ്യത എന്താണ്? നിങ്ങളോട് ഇപ്പൊ പറയാൻ കാരണം എന്താണ്? നിങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളതിനാണ് കാരണം എന്നാണ് റബ്ബ് പറയുന്നത്. എന്നാൽ ഇനി അള്ളാഹു ആരാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് അവനെ സൃഷ്ടാവായിട്ട് നിങ്ങൾക്ക് കൂടെ കാണാൻ കഴിയുന്നത്? അതും കൂടി നിങ്ങൾ നോക്കിക്കോളി. വെറുതെ ഞാൻ ഒരാൾ വന്നാണ് ഞാൻ അള്ളാഹ് നിങ്ങളെ പഠിച്ചു എന്നല്ല പറയണത്. ഒരാൾ വന്നാണ് നിങ്ങൾ ആരാധിച്ചോളി എന്ന് പറയുന്നത്. ഞാൻ അള്ളാഹു തആല ഞാൻ അള്ളാഹു ആണെന്ന് പറയുമ്പോ ഞാൻ അള്ളാഹു ആണ് എന്നതിന് പ്രൂഫും കൂടി പറയുന്നുണ്ട്. ആരാധിക്കാനുള്ള കാരണം പറഞ്ഞു നിങ്ങളെ പഠിച്ചതുകൊണ്ടാണ്. അള്ളാഹു ആയ എന്നെ ആരാധിക്കണം പറഞ്ഞു. ഞാൻ ആരാണെന്നാ പറയണത്? ഞാൻ ആരാണ്? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ. ആരാണ്? എങ്ങനത്തെ അള്ളാഹു ആണ്? അല്ലദീ ഒരുത്തനാണ്. ജഅല ലക്കും, നിങ്ങൾക്ക് അല്ലാഹു തആല ആക്കി തന്നിട്ടുണ്ട്. അൽ അർള, ഭൂമിയെ ആക്കി തന്നിട്ടുണ്ട്. ഫിറാശൻ, മെത്തയാക്കി തന്നിട്ടുണ്ട്. അത് വലിയൊരു അത്ഭുതമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഭൂമി ഉരുണ്ടതാന്ന് നമുക്ക് എപ്പോഴും അറിയാം അല്ലേ? ഇപ്പോഴും അതിന്റെ ഒരു എത്ര ആലോചിച്ചാലും പിടുത്തം കിട്ടാത്തൊരു സംഗതിയല്ലേ ഭൂമി ഉരുണ്ടതാണ്. ഭൂമിയുടെ 3/4 മുക്കാ ഭാഗവും വെള്ളമാണ്. അടിഭാഗത്ത് വെള്ളമാണ്, മുകൾ ഭാഗത്ത് വെള്ളമാണ്. എന്നിട്ടും നമുക്ക് എവിടെയെങ്കിലും ഒരു അടിഭാഗത്തിന്റെ ഫീൽ നമുക്ക് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ലല്ലോ. എന്നാൽ ഇതിന്റെ റിയാലിറ്റി എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം എന്താ വെച്ചാല് മുകളിൽ നിന്ന് സ്പേസിൽ നിന്നൊക്കെ ഫോട്ടോ എടുത്താൽ ഭൂമിയുടെ ആ ഒരു ഗോളാകൃതി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റിയൽ പിക്ചറിൽ കിട്ടുന്നുണ്ടല്ലോ. ഗൂഗിൾ ലൈവിലൊക്കെ നമുക്ക് നോക്കിയാൽ കിട്ടുന്നുണ്ടല്ലോ. പക്ഷെ എങ്ങനെയാണ് അല്ലാഹു തആല ഇതിനെ സംവിധാനിച്ചിട്ടുള്ളത്? അത്ഭുതമല്ലേ? അത്ഭുതമാണ്. ദേവൻ അപ്പുറത്ത് താഴെ താമസിക്കുന്നവരുണ്ടാവുമല്ലോ. പക്ഷെ എല്ലാവർക്കും ഒരു മെത്ത പോലെ ബുദ്ധിമുട്ടില്ലാതെ അല്ലാഹു തആല സംവിധാനിച്ച്. അതാണ് അല്ലാഹു. അത് നിങ്ങൾ ചിന്തിക്കാണ്ട്, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അങ്ങനെ ആരവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്? അതുകൊണ്ടാണ് എന്നെ ആരാധിച്ചോളൂ ഞാൻ പറയുന്നത്. എന്താണ് പറയുന്നത്? അല്ലാഹു തആല പറഞ്ഞത് അർള് എന്ന് ഭൂമി. അർള് എന്നാണ് ഭൂമിക്ക് പേര്. അർള് എന്ന് പറഞ്ഞാൽ എന്താ? ഭാഷയിൽ അർള് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ്? അർള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലേക്ക് എന്തൊക്കെ എത്തുന്നുണ്ടോ അതൊക്കെ എന്ത് ചെയ്യും? ആള് ഭക്ഷിച്ച് ദ്രവീകരിപ്പിക്കും. അതിനാണ് ശരിക്കും എന്ത് പറയുന്നത്? അർള്. ഭൂമിന്റെ പ്രത്യേകത അതിനാ ഭൂമിക്ക് അർള് എന്ന് പറയാൻ കാരണം. ഭൂമിക്ക് അർള് എന്ന് പറയാൻ കാരണം എന്താണെന്ന് മനസ്സിലാകണ്ടേ? സമാഹരണം എന്താ? മുകളിലുള്ള ഏത് മേൽക്കൂരകൾക്കും ഏത് പറയാം? സമാഹർ. ഇതിനും വേണമെങ്കിൽ ഏത് പറയാം? ഈ റൂഫിനും ഏത് പറയും? സമാഹ് എന്ന് പറയും. അർള് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് അതിന്റെ ഉള്ളിലേക്ക് എത്തുന്നത് അത് പുള്ളെന്ത് ചെയ്യും? അങ്ങോട്ട് ദ്രവിക്കും, തിന്ന് ഭക്ഷിച്ച് കാലിയാക്കും. ഈ സ്വഭാവം ആർക്കുണ്ട്? ഭൂമിക്കുണ്ട് അല്ലേ? ഭൂമിന്റെ ഉള്ളിൽ കിടന്ന് കൊണ്ടേച്ച എന്താ ഉണ്ടാകാം? 4 ദിവസം കഴിഞ്ഞ് നോക്കിയാൽ കാണട്ടെ ആ കൊണ്ടേച്ച സാധനത്തിന്റെ അവസ്ഥ അല്ലേ? നമ്മളൊക്കെ എത്ര പോലും ഭയങ്കമ്പറിൽ മറ ചെയ്യുന്നുണ്ട്. ചില ആളുകൾ അല്ലാഹു തആല ആദരവിന്റെ ഭാഗമായി അങ്ങനെ വെക്കുന്നുണ്ട്, അത് നോക്കണ്ട. എന്നാലും 99% എന്താണ് കൊണ്ടേ വെച്ചാൽ 2 ആഴ്ച കഴിഞ്ഞ് ജനത്തിൽ ബക്കീലൊക്കെ അങ്ങനെ തന്നെ നടക്കുന്നത്. അതെന്ത് ചെയ്യും? അതിനുള്ളിൽ കൊണ്ടുവച്ചാൽ പിന്നെ എന്താവും? അത് പിന്നെ ഒരു പൊടി പോലും ഇല്ലാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യും? അതാണ് ക്ലീൻ ആക്കി തരും. ഈ ഒരു സ്വഭാവം ആർക്കുണ്ട്? ഭൂമിക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഭൂമിയിലേക്ക് ഏത് പറയുന്നത്? അർള് പറഞ്ഞ സാധനം. ചെതലിന് ദാപത്തുൽ അർള് എന്നാ പറയാ. ചെതലിന് എന്താ പറയാ? ദാപത്തുൽ അർള്. എന്താ സാധനം? അതങ്ങനെ തിന്നണ ഇല്ലേ? ഫുള്ള് ഇത്ര ചെറിയ സാധനമാണ്, പക്ഷെ ഫുള്ള് നിന്ന് എന്ത് ചെയ്യും? ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാ? അറിയാം. ചെതലിന് അങ്ങനെ പറയുന്നു ദാപത്തുൽ അർള് എന്ന് പറയാൻ കാരണം. അപ്പൊ അല്ലദീ ജഅല ലക്കും, നിങ്ങൾക്ക് അല്ലാഹു തആല ആക്കി തന്നിട്ടുണ്ട്. അൽ അർള, ഭൂമിയെ ആക്കി തന്നിട്ടുണ്ട്. ഫിറാശൻ, മെത്തയാക്കി തന്നിട്ടുണ്ട്. വസ്സമാ, ആകാശത്തിനെ ആക്കി തന്നിട്ടുണ്ട്. ബിനാൻ, നിങ്ങൾക്ക് എന്തായിട്ടുണ്ട്? ബിനാ എന്ന് നിർമ്മിതിയായിട്ട് അല്ലെങ്കിൽ മേൽക്കൂരയാക്കി അല്ലാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? ആകാശത്തിനെ നൽകിയിട്ടുണ്ട്. വഅൻസല മിനസ് സമായി, ആകാശത്തിന് അല്ലാഹു തആല നിങ്ങൾക്ക് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തിനെ? മാഅൻ, വെള്ളത്തിനെ നിങ്ങൾക്ക് അല്ലാഹു തആല ആകാശത്തിന് ചൊരിഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. ഫഅഖ്റജ ബിഹി, ആ വെള്ളം കൊണ്ട് അല്ലാഹു തആല നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കുന്നു. അഖ്റജ പറഞ്ഞാൽ പുറത്തെടുക്കുക, ഉൽപ്പാദിപ്പിച്ചു തരുന്നുണ്ട്. അസ്സമറാത്തി, കായ്കനികൾ. മിനസ്സമറാത്തി, കായ്കനികളിൽ നിന്നിട്ട്.
റിസ്ക്കല്ലക്കും നിങ്ങൾക്കുള്ള റിസ്ക്കായിട്ട് അള്ളാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്, പലതും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒറ്റയടിക്ക് എന്തെല്ലാം പറഞ്ഞു? ഒന്ന്, നിങ്ങൾക്ക് ഭൂമി സുസ്ഥിരമാക്കി തന്ന്. രണ്ട്, നിങ്ങൾക്കൊരു മേൽക്കൂര തന്ന്, അല്ലെ, മേൽക്കൂര തന്ന്. മൂന്നാമത് ആ മേൽക്കൂര നിങ്ങൾക്ക് വെള്ളം വർഷിപ്പിച്ച്, ആ വർഷിപ്പിച്ചതിലൂടെ എന്ത് ചെയ്ത് നിങ്ങൾക്ക് ധാരാളം കായികനികളും ഭക്ഷണങ്ങൾ അള്ളാഹു തആല നിങ്ങൾക്ക് ഇവിടെ മനുഷ്യൻ ഭക്ഷിക്കപ്പെടുന്ന ഉപകാരപ്പെട്ട കായികനികൾക്കാണ് ഏത് പറയുന്നത്? സമറാത്ത് വര. കായികനികൾ പലതും ഉണ്ട്, അല്ലെ. ചില കായ് എന്താവും ഇവരറിയില്ലേ? അത് തിന്നാൻ പറ്റുമോ? തിന്നാൻ പറ്റൂല. അപ്പൊ ഉപകാരമായ മനുഷ്യന് ഉപകാരമായ കായികനികൾ ധാരാളമുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അല്ലാഹു തആല നൽകിയില്ല. അപ്പൊ നോക്കൂ, ഭൂമിയെ സംവിധാനിച്ച് ആകാശത്തെ നിങ്ങൾക്ക് മേൽക്കൂരയാക്കി മഴ വർഷിച്ച് അതിലൂടെ നിങ്ങൾക്ക് വിഭവങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്ക് ഭക്ഷണം തന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അള്ളാഹു ആണ് എന്ന് പറയുന്നത് എന്നാണ് അള്ളാഹു തആല. അതുകൊണ്ട് നിങ്ങൾ എന്നെ എന്ത് ചെയ്യുക? ആരാധിക്കുക. നിങ്ങൾക്ക് ആരെയും തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ആരാധിച്ചോളൂ. നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും കിട്ടണ്ടേ? നിങ്ങളെ സൃഷ്ടിച്ച് നിങ്ങൾക്ക് ഭൂമിയിൽ എന്ത് ചെയ്ത് സംവിധാനിച്ച് എന്നിട്ട് എന്ത് ചെയ്തു? നിങ്ങൾക്ക് മഴ വർപ്പിച്ച് നിങ്ങൾക്കുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ തിന്നുന്ന ഒരാൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അയാളെ ആരാധിക്കാം. ഇതാണ് എന്ത്? അപ്പൊ ഖാലിക്കും റാസിക്കും ആരാണ്? അള്ളാഹു തആലയുടെ വലിയ രണ്ട് വസ്തുക്കളാണ്. വലിയെന്ന് പറയില്ല, പ്രധാന ശ്രദ്ധിക്കപ്പെടുന്ന വസ്തുവാണ്. ഖാലിക്കും ആരാണ്? റാസിക്കും. അത് നമുക്ക് എന്ത് ചെയ്യണ്ട? ഒരു പേടി ജീവിതത്തിൽ വേണ്ട. ഞാന് ഒരു മദ്രസ അധ്യാപകൻ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അദ്ദേഹത്തിന് എന്തോ ഒരു പ്രശ്നമായിട്ട് മദ്രസയിൽ നിന്ന് എന്ത് ചെയ്തു? പിരിച്ചുവിട്ടു. അപ്പൊ അദ്ദേഹം ഭയങ്കര മാനസിക പ്രയാസത്തിലായി. അപ്പൊ ഞാൻ അന്നത്തെ കാലത്ത് ഒരു മഹാനായിരുന്ന ഒരാളത്തേക്ക് ഞാൻ എന്ത് ചെയ്യും? അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി. ഒരു സമാധാനം എന്തെങ്കിലും ഉപദേശം കിട്ടിക്കൊണ്ട് വെച്ചു. അയാൾ ബേജാറായി വിഷമിച്ച് ഈ കാര്യം പറയണം. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്കിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ പെരിയിൽ പോയിരുന്നോളി പറഞ്ഞു. എന്താ ചോദിച്ചു? ഖാലിക്കും റാസിക്കും ആരാ? പഠിച്ചോ, നിങ്ങൾ പെരിയിൽ പോയിരുന്നോളി. അവിടുന്ന് ഇറങ്ങി വീട്ടിലെത്തുമ്പോഴത്തേന് വേറെ സ്ഥലത്ത് ചെയ്തത് ഫോൺ കോൾ ഒന്ന് പണി ശരിയായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ട? ഓരോരുത്തർ റിസ്ക് വഹിച്ചിട്ട് എന്ത് ചെയ്യണ്ട? ബേജാറാണ്. നമ്മൾ പെരിയിൽ ഇരുന്നാലും ചിലപ്പോൾ എന്ത് കിട്ടും? റിസ്ക് കിട്ടും. കാരണം നമുക്ക് ഖാലിക്കും റാസിക്കും ആരാണ്? അള്ളാഹു ആണ്. ഇപ്പൊ ഒരു പണിക്കും പോവാതെയും ചിലപ്പോൾ അസുഖം കാരണം നമ്മളെ കാര്യങ്ങൾ വൃത്തിക്ക് പോയിട്ടുണ്ടാവും. ചിലപ്പോൾ ആരോഗ്യത്തെ സംബന്ധിച്ച് ചിലപ്പോൾ നമ്മളെ കാര്യങ്ങൾ എന്തെങ്കിലും അത്ര വൃത്തിക്ക് ചിലപ്പോൾ നടക്കുന്നുണ്ടാവില്ല. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മളെ പൊസിഷൻ, ആ പൊസിഷനിൽ വെച്ച് നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യുന്നവനാണ് ആര്? അള്ളാഹു. അപ്പൊ ഖാലിക്കുമാണ് റാസിക്കുമാണ് ഞാൻ നിങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കുക എന്നാണ്. ആരാധിക്കാനുള്ള ന്യായം പറയണം, വെറുതെ പറയല്ല. ഇങ്ങനെ ഒരു ഖാലിക്കും റാസിക്കും നിങ്ങൾക്ക് കിട്ടാണ്ടെങ്കിൽ നിങ്ങൾ ആരാധിച്ചോളി. ഇത് നമ്മളാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്? ഇവിടെ ഉള്ള ഖാലിക്കങ്ങൾ, ഇവിടെ ഉണ്ടാവുന്ന ദൈവങ്ങളൊക്കെ ഖാലിക്കങ്ങൾ ആരാ? മനുഷ്യന്മാരാണ്. ഇവിടെ അള്ളാഹു അല്ലാത്ത കുറെ ദൈവങ്ങളുണ്ടല്ലോ, അവരെ ഖാലിക്കങ്ങൾ ആരാ? മനുഷ്യന്മാരാണ്. കാരണം അവരുണ്ടാക്കുകയാണ്. എന്നിട്ട് റിസ്ക് തിന്നാനുള്ള കഴിവില്ലെങ്കിൽ റിസ്ക് അവിടെ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? വെക്കുന്നുണ്ട്. വലിയ വളവന്മാരെ രാത്രി എന്ത് ചെയ്യും? ആ റിസ്ക് എടുത്തിട്ട് എവിടെ കൊണ്ടുപോകും? പെരിയിൽ കൊണ്ടുപോകും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണത്? ഇവിടെ മനുഷ്യൻ ചെയ്യുന്ന അബദ്ധതാണ്. ഖാലിക്കും റിസ്ക്കും ആരാണ്? അപ്പൊ ശരിക്കും വിഗ്രഹങ്ങൾ ആരാണ് ആരാധിക്കേണ്ടത്? നമ്മളാണ് ആരാധിക്കുന്നത്. കാരണം നമ്മളാണ് അവരുണ്ടാക്കുന്നതും നമ്മളവർക്ക് റിസ്ക് കൊടുക്കണം. അപ്പോ ഖൽക്കിനും റിസ്ക്കിനും ഒരാൾ യോഗ്യത ഉണ്ടെങ്കിൽ അയാളെ നിങ്ങൾ ആരാധിച്ചു. അങ്ങനത്തെ ഒരാളെ അല്ലെങ്കിൽ വേറെ കാണിച്ചു. ഇതാണ് അല്ലാഹു തആല പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആരാധിക്കണം. നിങ്ങൾക്ക് റിസ്ക് തന്നു, ഫലാ തജഅലു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഫലാ തജഅലു ലില്ലാഹി. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ സ്ഥാപിക്കരുത് അൻതാദൻ, സമന്മാരെ നിങ്ങൾ വെക്കരുത്. കാരണം അള്ളാഹുവിന് ഈ വിഷയത്തിൽ സമന്മാരായിട്ട് ആരും ഇല്ല. നിങ്ങൾ എത്ര ഉണ്ടാക്കിയാലും ഉണ്ടാവൂല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട? പഠിച്ചോലെ സമന്മാരെ വെക്കാൻ നിങ്ങൾ നോക്കരുത്. നിങ്ങൾ എന്നെ ആരാധിക്കുവിൻ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ വാക്കിലും ഇതിൽ ഇബ്നു അബ്ബാസ് ഒന്ന് രണ്ട് സീരിയസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. വാക്കിലും പ്രവർത്തനത്തിലും മുഅ്മിനാണെങ്കിൽ പോലും ചില വിഷയത്തിൽ ചില ആളുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചില ജീവികളുടെ നമുക്ക് ഉപകാരം കിട്ടുമ്പോൾ പടച്ചോനെ മറന്നുകൊണ്ട് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങളെ ഓവർ കീഴടങ്ങൽ പോകാൻ പാടില്ല എന്നാണ് ഇബ്നു അബ്ബാസ് പറയുന്നത്. പടച്ചോനെ മറന്നുകൊണ്ട് വർത്താനം ചിലർക്ക് നിങ്ങൾ പറയരുത്. അള്ളാഹുവിനെ ബേസിക് പോയിന്റായ അടിസ്ഥാന സഹായം അള്ളാഹു ആണെന്ന് മറന്നുകൊണ്ടുള്ള പ്രവർത്തനം ചിലപ്പോൾ മതി മറന്നുകൊണ്ട് പറയാൻ പാടില്ല എന്നാ പറഞ്ഞത്.
കാരണം അള്ളാഹുവാണ് എല്ലാത്തിനും അടിസ്ഥാനം. മഹാനായ ഇബ്നു അബ്ബാസ് എന്ന് പറയുന്നത് ലാ തഖൂലു ലൗലാ ഫുലാനു അസ്വാബനി, നിങ്ങൾ ഇങ്ങനെ പറയരുതെന്നാ, അയാളില്ലെങ്കിൽ എനിക്കത് സംഭവിച്ചിരുന്നു. അപ്പൊ ആ ഡോക്ടറെ കാണിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്നോ എന്തായിരുന്നു ഭൂമിയിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും പോകില്ല, വെറുതെ പറയും. അപ്പൊ ചിലയിടത്തപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ വലൗല കൽബുന യസിഹു അലൽ ബാബി ലസരിഖിന മതഅന, ആ നായ അന്നത്തെ കാലത്തുള്ള കാഴ്ചപ്പാടാണ്. ആ നായാണ് കുരച്ചതുകൊണ്ടാണ് കള്ള ഓടിപ്പോയത്. അല്ലെങ്കിൽ നമ്മളെ സാധനമൊക്കെ എന്ത് ചെയ്യുന്നു, കള്ളന്മാര് കട്ടുണ്ട്, അല്ലെങ്കിൽ CCTV ഉണ്ടായിട്ടാണ്, അല്ലെങ്കിൽ എന്താണ് ഇന്ന് നമുക്ക് അങ്ങനെ പറയാം. CCTV 1 ലക്ഷം വെച്ച് കൊടുത്തത് മുതലായി, അല്ലെങ്കിൽ കള്ളം എന്ത് ചെയ്തു, സാധനം കൊണ്ടുപോയിരുന്നു. അത് കൊണ്ടകണ്ടെന്ന് പഠിച്ചം വിചാരിച്ചിട്ടാ. അല്ലെങ്കിൽ CCTV അടക്കം ആരോ ഉണ്ടാവും, കള്ളം കൊണ്ടുപോകും. പണ്ടൊരു കുടിയിരിക്കലിന് 25,000 ലോക്ക്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ലോക്കിന് 25,000. കുടിയിരിക്കാൻ വന്നപ്പോ 2 ലോക്ക് കാണാനില്ല. സാർ സുബീക്ക് വന്നപ്പോ, കാരണം 25,000 2 ലോക്കാണ് എവിടെ വെച്ചിരിക്കുന്നത്, ഫ്രണ്ട് ഡോറിൽ വെച്ചിരിക്കുന്നത്. കള്ളൻ അത് മതി, ഉള്ളിൽ കിടക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഉണ്ടായ സംഭവം കേട്ടോ, ഒരിടത്തുണ്ടായ സംഭവം പറഞ്ഞ ഒരാളിനോട്. കുടിയിരിക്കാൻ പോയപ്പോ സുബീക്ക് വില കൂടി 2 ലോക്കുകാരും ഉണ്ടായിരിക്കും. കാരണം കള്ളന് അത് മതി. അപ്പൊ വീട്ടിനുള്ളിൽ കയറേണ്ട ആവശ്യമായിരിക്കില്ല, മോഷ്ടാവിനില്ല. അപ്പൊ ഞാൻ പറയുന്നത് എന്താണ്, നിങ്ങൾ ചിലപ്പോൾ, ഞാൻ പറയുന്നതല്ല, ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞ ഞാൻ ഇങ്ങോട്ട് പറയണം, നിങ്ങൾ ചിലപ്പോ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ചില പ്രയോഗങ്ങൾ പ്രയോഗിക്കാറുണ്ട്. അത് പറയുമ്പോൾ നല്ല ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇയ്യാക്കും വലൗ, ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ചർച്ച ചെയ്യപ്പെടുന്ന ഹദീസാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഇങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുള്ള ആ പ്രയോഗം ഉണ്ടല്ലോ, അത് നിങ്ങൾ ഒരിക്കലും പ്രയോഗിക്കരുത്. അത് ഫൈനഹു മിൻ കലാമിൽ മുനാഫിഖീൻ, അത് മുനാഫിഖീങ്ങളുടെ സംസാരമാണ്. നമ്മളെന്ത് പറയും, അങ്ങനെയൊക്കെ പറയാൻ പാടില്ല. എന്നാലും അത് ആ ഡോക്ടർക്ക് പോയിക്കണമെങ്കിൽ എത്ര നന്നായിരുന്നു, ഇവിടെ വെച്ച് തട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, നേരെ മെഡിക്കൽ കോച്ച് കിട്ടാൻ പോരായിരുന്നോ. എന്നാലും ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെയൊക്കെയാണ് ആര് പറയല്, നമ്മള് പറയാം. എന്നാലും അതിന്റെ ഒരു ചെറിയൊരു സോക്കട് ആരിലുണ്ട്, നമ്മളുണ്ട്. മറ്റത് മുമ്പിനാണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യും മനുഷ്യൻ അങ്ങനെ പറയുന്നത് നിഫാഖ്. കാരണം മുമ്മിനാകുമ്പോ എന്ത് ചെയ്യും, അതിന് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അത് അള്ളാഹുവിന്റെ തീരുമാനം. അങ്ങനെ അതിമേൽ ഉറച്ചു നിൽക്കും. നമ്മുടെ ഈമാന്റെ ദുർബലത നമ്മളെന്ത് പറയും, ഞാൻ എത്ര വട്ടം പറഞ്ഞു നേരെ മെഡിക്കൽ കോളേജ് വിട്ടാൽ, അങ്ങനെ വിട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അപ്പൊ അവനക്ക് ഈ ഒരു മരണം സംഭവിക്കൂലായി. ഇങ്ങനെ പറഞ്ഞു പോകാറുണ്ട് നമ്മുടെ ഈമാന്റെ ആളുകളാണെങ്കിലും. ആ പറച്ചിൽ യഥാർത്ഥത്തിൽ ആരാണ്, ഈമാന്റെ പരിപൂർണതയുടെ ഏതല്ല അടയാളം അല്ല, ഫൈനഹു മിൻ കലാമിൽ മുനാഫിഖീൻ. മനസ്സിലായില്ലേ? അത് മുനാഫിഖീങ്ങളുടെ അടയാളാണ്. കാലു അവര് പറയും, ലൗകാനു ഇന്ധനാ മാത്തു, നമ്മളടുത്താണെങ്കിൽ ആ മരണം എന്താവൂലായിരുന്നു, സംഭവിക്കില്ലായിരുന്നു. അത് അവളോടെ കൊണ്ടുപോയിട്ടുകൊണ്ട് അവളെന്തില്ല, ശ്രദ്ധിച്ചില്ല, പണിക്കാർ വെച്ചില്ല, അതുകൊണ്ട് എന്ത് പോയി. അത് നമ്മോടാണെങ്കിൽ എന്തുണ്ടാവില്ലായിരുന്നു, കുറച്ചുകൂടി അമ്മക്ക് ആയുസ്സുണ്ടായിരുന്നു, ആ ആയുസ്സില്ലാതായി. ഇങ്ങനെയൊക്കെ പറയും. മനുഷ്യന്മാർ തീരെ ഗതമില്ലാത്ത കുറെ കാര്യങ്ങൾ പറയും. അപ്പൊ അങ്ങനത്തെ പ്രയോഗങ്ങളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ നിർത്തിക്കാളി എന്നാണ് ആര് പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാ, അള്ളാഹുവിന് സമന്മാരെ വെക്കണ്ട. അതേ സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ദുർബലതയുടെ ഭാഗമായി നമ്മൾ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ തിരുത്തി എന്തെല്ലാം സംഭവിച്ചു അത് അള്ളാഹു തആല സംഭവിപ്പിക്കാൻ തീരുമാനിച്ചുകൊണ്ട് മാത്രമാണ് എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് നമ്മൾ വരണം. എന്തൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു അത് അള്ളാഹു തആല കൊണ്ടുപോയതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ജിന്നും വിചാരിച്ചാലും നമ്മൾ ഒരു സ്ഥാനം പോലും അളക്കാൻ ആരും കഴിയില്ല, അവർക്ക് കഴിയില്ല. ആരും വിചാരിക്കാതെ റബ്ബ് വിചാരിക്കാതെ. ഇതാണ് പരിപൂർണമായി. അപ്പൊ അള്ളാഹു തആല നിങ്ങൾക്ക് ഭൂമിയെ സംവിധാനിച്ചു, ആകാശത്തെ ഉണ്ടാക്കി തന്നു, മഴകൾ വർഷിപ്പിച്ചു, അതിൽ നിങ്ങൾക്ക് ഭക്ഷണം തന്നു. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചവനെ പോലത്തെ വേറെ ആളുകൾ ഉണ്ടാക്കണ്ട. കാരണം ഇല്ല, കഴിയൂല. ഞങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരായിച്ചോളിന്ന് എല്ലാവർക്കും ഉറപ്പാണ്, പക്ഷെ ഇല്ല. അതുകൊണ്ട് അള്ളാഹുക്കൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, സമന്മാരെ വെക്കാൻ നിൽക്കരുത്. ഇതാണ് പരിശുദ്ധ ഖുർആനിലെ ആയത്ത്. എത്ര പെട്ടെന്ന് നിങ്ങൾ ആലോചിക്കുക, എന്തൊരു സംഗതിയാണ്. ഒരൊറ്റ ആയത്തിൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഈ ആയത്തില് അള്ളാഹു ആരാണ്, ഞാനാണ്, ഞാൻ നിങ്ങളോട് ആരാധിക്കാൻ പറഞ്ഞ് നിങ്ങളെ സൃഷ്ടിച്ചതുകൊണ്ടാണ്. ഞാൻ ആരാണ് പരിചയപ്പെടുത്തുകയാണ്. ആദ്യത്തെ ആയത്തിൽ പഠിച്ചോണം ആരാധിക്കുകയാണ്, ആരാധിക്കാനുള്ള കാര്യങ്ങളെ സൃഷ്ടിച്ചാണ്. ആരാധിക്കേണ്ടവൻ ആരാണ്, ഞാനാണ്. ഞാനാരാണ്? എത്ര അല്ലേ, 4-5-6 പദം കൊണ്ട് ഞാൻ ആരാണെന്ന് വിശദീകരിക്കാൻ അള്ളാഹ്ക്കല്ലാതെ ആർക്കാ കഴിയും? ലോകത്തിന്റെ സൃഷ്ടാവ് ഞാനാണെന്ന് പറയാൻ
എത്ര നാലഞ്ച് തെളിവ് ഒറ്റടിക്ക് 4-5 പദത്തിലൂടെ പറഞ്ഞ് റബ്ബ് റബ്ബാണെന്ന് സ്ഥാപിച്ചു. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇത് ചിന്തിച്ചാൽ തന്നെ നമുക്ക് റബ്ബിനെ ഈ ഒരു ആയത്തിൽ കൂടി തന്നെ ഇതല്ലാത്ത ഭൂമി പ്രതലാക്കിയ ഒരാളുണ്ടോ, ആകാശം നിർത്തുന്ന ഒരാളുണ്ടോ, അല്ലെങ്കിൽ എന്താണ് മഴ പെയ്യിപ്പിക്കുന്ന ആളുണ്ടോ, അല്ലെങ്കിൽ റിസ്ക് ഇങ്ങനെ മുളപ്പിക്കുന്ന ആളുണ്ടോ? കണ്ടുപിടിച്ചോളൂ. ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറെ ആലോചിക്കാം. ഇല്ല, ഇത് മാത്രം മതി അള്ളാഹു തആലയുടെ ആ മുഴുവൻ വിശേഷങ്ങൾ സ്ഥിരപ്പെടാൻ. അപ്പൊ അള്ളാഹുവിനെ അറിഞ്ഞ് ഉൾക്കൊണ്ട് മനസ്സിലാക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു തആല നമ്മളെ പെടുത്തട്ടെ. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. അള്ളാഹു തആല നമുക്ക് പുറത്തു തരട്ടെ.